അടുത്തായിട്ട് നമുക്ക് ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ PPT ഉണ്ടാക്കുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താ നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞ് സേവ് ആക്കുക. ക്യാൻവ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഇനി എന്തിനാണ് നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവ ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ എനിക്കെന്താ മറ്റുള്ളവർക്ക് സുഖമായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. എന്ത് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഹോം സ്ക്രീൻ ആയിരിക്കും ഓൺ ആയി വരിക. ഇതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രസൻറ്റേഷൻ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ്. സോ പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ ഓൾറെഡി തന്നെ കാണും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ജസ്റ്റ് ചൂസ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ പേജ് എനിക്കിവിടെ ഓപ്പൺ ആയി വരും. ഇനി എൻ്റെ കാര്യം കുറച്ചും കൂടെ സിമ്പിളാണ്. എനിക്ക് എന്താണോ വേണ്ടത് ഇവിടെ ഡബിൾ ക്ലിക്കോ അല്ലെങ്കിൽ സാധാ ഒരു ക്ലിക്ക് അടിച്ചിട്ട് എനിക്ക് വേണ്ട കാര്യം അതുപോലെ തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ട്യൂട്ടറിൽ നിന്ന് അടിക്കുന്നു. ഇവിടെ എന്താ എനിക്ക് വേണ്ട സാധനമല്ല മാറ്റിയിട്ട് എൻ്റെ രീതിയിൽ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാധനം കസ്റ്റമൈസ് ചെയ്യുക. ഇനി അടുത്ത പ്ലെയിനായിട്ട് ഒരെണ്ണം വേണ്ടത്, അതായത് ഈ കളർ പാറ്റേൺ എല്ലാം വേണ്ടതാണെങ്കിൽ ഇവിടെ പ്ലസ് അടിക്കുക. സോ ഇങ്ങനെ ഒരു പാറ്റേൺ വരും. ഇനി നിങ്ങൾക്ക് അതല്ല ഇതിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധനമാണ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് കണ്ടോ ഇതായിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സാധനമെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ഫുള്ളി നോക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗൂഗിൾ എടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഇമേജ് ചുമ്മാ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്തൊരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വെരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇമേജിനെ കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ ഇമേജ് എനിക്ക് അന്നേരം തന്നെ പേസ്റ്റ് ആക്കാൻ പറ്റും. ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണ്ട സാധനത്തിനെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലോഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഫയൽ എടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ കാര്യങ്ങളെ സേവ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആയതായിട്ട് കാണാം. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇമേജ് വരും. ഇമേജിന് നിങ്ങൾക്ക് വേണ്ടിടത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എൻറ്റയർലി മാറ്റണമെങ്കിൽ ഇതുപോലെ കൊടുത്താലും നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഇത് ആർക്കും വേണമെങ്കിലും ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എനിവൺ വിത്ത് ദ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻ എഡിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഏതാണെന്ന് വ്യൂവർ ആണെങ്കിൽ വ്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ, അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ലിങ്ക് എടുത്തിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു ഗുണം കൂടെ, നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, ഈ മെയിൽ ഐ ഡി വേറെ സിസ്റ്റത്തിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാൻവയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് വേണ്ട PPT നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ലൈഡാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യുക. നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോവുക. ഇനി നിങ്ങൾക്ക് വേണ്ട PPT എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പറയുന്ന ഷെയർ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് ആ ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് എൻറ്റയർലി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ക്യാൻവയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രസൻറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രസൻറ്റേഷനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ബാക്കി സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.